രണ്ടാമത്തെ ഡെഫിനിഷൻ പോളറൈസേഷൻ ഡെൻസിറ്റി. ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതൊരു പക്ഷേ നോൺ പോളാർ ഡയലക്ട്രിക് ആയിരിക്കാം, പോളാർ ഡയലക്ട്രിക് ആയിരിക്കാം, ഏത് ടൈപ്പ് ഡയലക്ട്രിക്കിനെ വെച്ച് കഴിഞ്ഞാലും ആ ഡയലക്ട്രിക് മെറ്റീരിയലിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. എപ്പോൾ? ആ ഡയലക്ട്രിക് മെറ്റീരിയലിനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ. അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു ഡെഫിനിഷൻ. നോക്കാം. ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്ഡ് per unit volume of a dielectric when it is placed in an external electric field. ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിനെ, ഇതൊരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്, ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഈ ഔട്ട്സൈഡ് നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു ഡയലക്ട്രിക് സ്ലാബിനെ, ഡയലക്ട്രിക് മെറ്റീരിയലിനെ വെച്ചിട്ടുണ്ട്. ഈ ഡയലക്ട്രിക് മെറ്റീരിയലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അത് പോളാർ ഡയലക്ട്രിക് ആണെങ്കിലും ശരി, നോൺ പോളാർ ഡയലക്ട്രിക് ആണെങ്കിലും ശരി, ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അവൻ ഇൻഡ്യൂസ് ചെയ്ത നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഞാൻ സ്മോൾ ലെറ്റർ പി എന്നാണ് എഴുതുന്നത്. പി വെക്റ്റർ, അതൊരു വെക്റ്ററാണ്, ഡയറക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെയും ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് ഒരു വോളിയം ഉണ്ടായിരിക്കും. അതൊരു സ്ലാബാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കാണുന്നു, അതിൻ്റെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു ടോട്ടൽ വോളിയം നമുക്ക് കിട്ടും. ആ മെറ്റീരിയലിൽ ടോട്ടൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഉണ്ടായിരിക്കും. പി, സ്മോൾ ലെറ്റർ പി ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വോളിയത്തിന് വിയുമാണ് കൊടുക്കുന്നത്. ഈ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ പോളറൈസേഷൻ ഡെൻസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് അവൻ ഇൻഡ്യൂസ് ചെയ്തോ ആ ഡൈപോൾ മൊമെൻറ്റിനെ അതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ആസ് പോളറൈസേഷൻ ഡെൻസിറ്റി. That is, the induced dipole moment developed per unit volume P vector divided by V of a dielectric when it is placed in an external electric field. പോളറൈസേഷൻ ഡെൻസിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ പി വെച്ചിട്ടാണ്. ക്യാപിറ്റൽ പി വെക്റ്ററാണ്, ഡയറക്ഷൻ ഉണ്ട്. ക്യാപിറ്റൽ പി വെക്റ്റർ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ പി ഡിവൈഡഡ് ബൈ വി. അതിൽ സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്ത ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണ്. വി എന്ന് പറയുന്നത് ആ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ വോളിയം. പോളറൈസേഷൻ ഡെൻസിറ്റി ഈസ് ദ ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോളിയം. ക്യാപിറ്റൽ പി വെക്റ്റർ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ പി വെക്റ്റർ ഡിവൈഡഡ് ബൈ വി.